ഓക്കെ, ആരിഫ് ഹുസൈൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ട്രാജഡി? ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി എന്ന് ഒറ്റ വാക്കിൽ ഇവിടെ പറയാൻ കഴിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, മൾട്ടി ഫാക്ടോറിയൽ തന്നെയാണ്. ഇതിൽ ജനങ്ങൾക്ക് പങ്കുണ്ട്, ഇതിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് പങ്കുണ്ട്, അതുപോലെ മറ്റ് പല ഘടകങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇവിടെ പറയണ്ടായി, അതായത് ഇതിപ്പോ ഇത് നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ പറയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം കയോട്ടിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. നമുക്കത് സമ്മതിക്കുന്നതിൽ നമുക്ക് മടി വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം കയോട്ടിക്കാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തുപോയി. ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ല. നമ്മളിപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നു, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ പോലും കാണുന്നത് എന്താണ്? ചെറിയൊരു ക്രൗഡാണ്. പക്ഷെ അവിടെ പോലും നമ്മൾ കാണുന്നത് ഒരു ഉന്തും തള്ളു. ഒരു KSRTC ബസ്സിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പോട്ടെ, എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുംബൈയിലെ ആ ഒരു ലോക്കൽ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഉന്തും തള്ളും. ഇതൊക്കെ ആളുകൾ ഒരു ടൈം ബോംബ് പോലെയാണ്. എന്ന് വെച്ചാൽ ഇത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ നമ്മളിത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ കൊച്ചിയിൽ ഇവിടെ ക്യുസാറ്റിൽ ഒരു സംഗീത ഒരു ഷോ നടന്നപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്റ്റംപീഡ് ഉണ്ടായി, കുറെ കുട്ടികൾ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴും നമ്മളിതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? അതല്ല, ഈ ഒരു 2025 അല്ലെങ്കിൽ ഒരു 2024 മുതൽ ഇങ്ങോട്ട് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടു. കുംഭമേളയിലടക്കം, റെയിൽവേ സ്റ്റേഷനിലടക്കം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അല്ലു അർജുൻ്റെ വിഷയം, അതുകൂടാതെ മറ്റ് പല തരത്തിലുള്ളത് കേരളത്തിൽ വെളിയിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു വലിയൊരു എററുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ഇത് ഒരു ആൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് എന്നുള്ള ഒരു സാമാന്യ ബോധം അതുണ്ടാകണം. അത് അത്രമാത്രം ലാഘവത്തോടുകൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒന്നാമത്തെ പ്രതി ആര്? ഞാൻ ഒരു പ്രതിയുടെ കാര്യമല്ല ഇവിടെ പറയാ, ആരാണ് ഉത്തരവാദി എന്നല്ല ഇവിടെ പറയാ. ഒന്നാമത്തെ ഉത്തരവാദി അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇതിന് അനുമതി കൊടുക്കുകയും ഇതിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താതെ അലംഭാവം കാണിച്ചവരെ മുഖ്യമന്ത്രി തന്നെ പറയാണ് അനുമതി നൽകിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ആദ്യം അതെ, അനുമതി നൽകിയിട്ടില്ലെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്വമല്ലേ? ഇത് സംഭവിച്ചു കഴിയുമ്പോഴാണോ ഇത് പറയേണ്ടത്? അല്ലല്ലോ. അനുമതി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ മാത്രയിൽ തന്നെ അത് തടയേണ്ട ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കില്ലേ? അതല്ലേ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കൈവിട്ട് പോകുമ്പോൾ ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്ന സാധനം അതെല്ലാവർക്കും സാധിക്കും. അത് ഏത് കൊച്ചുകുട്ടിക്കും സാധിക്കുന്ന കാര്യം. ഞാനല്ല ഓനാണ് എന്ന് നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുട്ടിയും കോലും കളിക്കുമ്പോൾ പറയുന്ന സാധനമാണ്. അതൊക്കെ ഇവിടെ ഈ ഒരു മേഖലയിൽ ഇരുന്ന് പറയാന്ന് പറയുമ്പോൾ ഇതൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ഇതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെ ആൾ കൂടുന്ന അവസരങ്ങൾ കഴിയുന്നതും ഇതിൻ്റെ ഒരു വരുംവരായിക ആലോചിച്ചിട്ട് നമ്മൾ ഒഴിവാക്കുന്ന പല മേഖല ഉള്ള കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ അപകടമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് നമുക്കൊരു ക്രൗഡോഫോബിയ എന്നുള്ള രീതിയിലോ എന്ത് വേണേലും വിളിക്കാം. പക്ഷേ ഇതൊരു സാധ്യതയാണ്, ഇതൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് കണ്ടറിഞ്ഞ് അതിനു വേണ്ട ഒരു ഡിസിപ്ലിൻ സ്വയം എടുക്കാനുള്ള എന്ത് ട്രെയിനിങ് ആണ് ഒരു ഇന്ത്യൻ പൗരനുള്ളത്? ഇത് നമ്മൾ ആദ്യം ചോദിക്കാം. അതാണ് ഞാൻ നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞത്. ട്രെയിനിൽ കയറാനോ ഒരു ബസ്സിൽ കയറാനോ ഒരു ടിക്കറ്റ് എടുക്കുന്നിടത്തോ നമ്മൾ ഇത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ആൾ കൂടുന്ന ഒരു ഘട്ടത്തിൽ ഇതേ ഇന്ത്യൻ പൗരന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഇത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അവിടെ മുന്നൊരുക്കം കൂടി നടത്താതിരിക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ആയിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഒരാളെ മാത്രം ഉത്തരവാദിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു ബ്ലെയിം ഗെയിമിന് നമ്മൾ തലവെച്ച് കൊടുത്തുകൊണ്ടോ ഇത് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിവിക് സെൻസ് അത് നമ്മുടെ നാട്ടുകാർക്ക് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ സിവിക് സെൻസ് നാട്ടുകാർക്കുണ്ടെങ്കിൽ ആ നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയക്കാർ, ആ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വരുന്ന സർക്കാരുകൾ, അവർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവുകയും ഈ സിസ്റ്റം അവിടെ ഫംഗ്ഷനിങ് ആക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള പണി ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നു, പല രീതിയിൽ അത് ചെയ്തു വെക്കുന്നു.
അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നല്ല മോഡൽസ് ലോകത്തുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഉദാഹരണമായിട്ട് പറയാറുള്ളത് ജാപ്പാനിലെ മോഡലാണ് പറയുക. അവിടെ അവർ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ, അവിടെ അത് വിജയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ സിസ്റ്റം മാത്രമല്ല, നമ്മൾ ജാപ്പാനീസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പോലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് റോബോട്ട് നടന്നു പോകുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അനുസരിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ അത് ഒഴിവാക്കാനുള്ള, വ്യാപ്തി കുറയ്ക്കാന്നല്ല ഈ പറയുന്നത്, ദുരന്തം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള വഴി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് ഇതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിൽ നമുക്കൊക്കെ പങ്കുണ്ട്. നമ്മളും ഇതിനകത്ത് ഒരു ദുരന്തം നമ്മൾ കാംക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. എവിടെ വേണേലും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇത് എപ്പോൾ വേണേലും ആർക്ക് വേണേലും ഏത് ഇന്ത്യക്കാരന് വേണേലും സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രോപ്പറായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇതിന് ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവബോധം, എഡ്യൂക്കേഷൻ, അവയർനെസ് അതൊരു വശത്ത്, ഇതിൻ്റെ തടയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ മറുവശത്ത്, ഇത് രണ്ടും ചെയ്ത് പാരലലി കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന മുതലെടുപ്പുകൾ അതിനു വേണ്ടിയിട്ട് ഇത് മാറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തലവെക്കാൻ നമ്മളില്ല, അതിലൊരു കഴമ്പുമില്ല. കാരണം എന്താണ്? അത് കുറച്ച് നാൾ പറയും, 2 ആഴ്ച പറയും, അത് കഴിയുമ്പോൾ തീരും. അടുത്ത ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വീണ്ടും ഇറങ്ങിത്തിരിക്കും ഇതേ ആളുകൾ. അതിനോട് നമുക്ക് താല്പര്യമൊന്നുമില്ല. കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കുരുതി കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം, അതിനുവേണ്ട പശ്ചാത്തലം നമ്മൾ ഒരുക്കണം, എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ ഇതിങ്ങനെ ഇരുന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല എന്നാണ് പറയുക. അത് ഇനിയെങ്കിലും ചിന്തിച്ച് തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ്. അതിന് നമ്മളാലാവുന്ന എന്ത് ചെയ്യാം, അതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.